ഇന്ന് നമ്മൾ പെരിക്കല്ലൂരാണുള്ളത്. പെരിക്കല്ലൂർ കർണാടക ബൈരക്കുപ്പ അടുത്തുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നല്ലൊരു അടിപൊളി തോണിയാത്രയാണ് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് പെരിക്കല്ലൂർ, അത് ബൈരക്കുപ്പ. ആ അല്ല അതന്നെ മറ്റേ ഒരു തോണി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അപ്പുറം പോയി കർണാടകത്തിൽ കയറാം. ഒരു കടത്ത് കടന്നാൽ നേരെ കർണാടകം. പിന്നെ കേരളത്തിൽ വേറെ എവിടെ അങ്ങനത്തെ സ്ഥലം ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു കടത്ത് കടന്നിട്ടുണ്ടെങ്കിൽ നേരെ കർണാടകത്തിൽ കയറുന്ന അങ്ങനത്തെ ഒരു വയനാട്ടിൽ തോണി കടന്നിട്ട് പോകുന്ന ഒരു സ്ഥലം വേറെ ഇല്ലല്ലോ. വയനാട്ടിൽ തന്നെയല്ലേ ഉള്ളൂ. നേരെ കർണാടകത്തിലേക്ക് കയറുന്നത്. അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. എല്ലാവരും മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിലിരുന്നിട്ട് കർണാടകൻ്റെ മീൻ പിടിക്കുക സെൻട്രൽ. ആ നല്ല അടിപൊളി സ്ഥലമാണ്. വൈബ് സ്ഥലങ്ങളാണ് മൊത്തം. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയല്ലേ? ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. പക്ഷേ അതെ അതെ, സൂപ്പർ സ്ഥലമാണ്. എല്ലാവർക്കും വരാം. എല്ലാവരും എൻജോയ്മെൻ്റ് ആണ്. അടിപൊളി വൈബ്. ഒരു കേട്ടോ പഴയ കൊട്ടത്തോണിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കൊട്ടത്തോണിയൊക്കെ ഉണ്ട് അവിടെ. അതന്നെ, അതെന്താ ദ്വീപ് പോലത്തെ സ്ഥലം? അത് അവിടെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ്. അത് പുല്ല് നിൽക്കുന്ന അല്ലേ? ആ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് അവിടെ. സെറ്റപ്പ് സംഭവം കേട്ടോ. എല്ലാവർക്കും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പഴമയൊക്കെ ആസ്വദിച്ച് സെറ്റാക്കിയിട്ട് പോവാം. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഊട്ടിയിലൊക്കെ പോയിട്ട് ആ നിൽക്കുന്ന ഒരു ഫീലിംഗ്. ഇത്രയും ടൈം ഇപ്പം സമയം നമുക്കൊരു 10-11 മണി ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ചെറിയ മഞ്ഞിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ നേരെക്കോട്ടേക്ക് വന്നാൽ മതി. ഇത്രയും വലിപ്പമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും വലിയ പൊടിയാണ് വിചാരിച്ചില്ല. നല്ല ആഴുണ്ടാവില്ല ഇവിടെ. നമ്മൾ കൊട്ട ചെറിയ കൊട്ട ഉണ്ടാക്കുന്ന കമ്പിട്ടാക്കിയിട്ട് അതിന് മുകളിൽ ചാക്ക് അതൊക്കെ പൊതിഞ്ഞിട്ട് അതിന് മുകളിൽ കാറ് ഒഴിച്ച് അതൊന്നുമില്ലേ ഇപ്പം എല്ലാ ഫൈബറിൻ്റെ തോണികൾ റെഡിമെയ്ഡ്. അത് തകിടാവും അല്ലേ? ഇരുമ്പിൻ്റെ ആണ് ഇപ്പോഴത്തെ വരുന്ന കൊട്ടത്തോണികൾ. പണ്ടത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട, അതായത് മുള ചീന്തിയിട്ട് ഉള്ളതാണ് ആദ്യം ഉണ്ടാക്കുന്നത് കൊട്ട തോണികളും. പിന്നെ അതിന് മുകളിൽ ചാക്ക് വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കാലഘട്ടം മാറിയ അനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ കൊട്ടത്തോണി. അധികം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ ഒക്കെ ആയിട്ടുള്ള ഇതിലാണ്. അതിലധികം ആൾക്കാരൊന്നും കയറാൻ പറ്റുമല്ലോ, ഒരാളൊക്കെല്ലോ. ആണോ? അത്ര ചെറിയ സാധനത്തിൽ അത്ര കയറല്ലേ? എന്ത് മനോഹരമായ സ്ഥലങ്ങളല്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ കുറേ കാടുമലൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയും ആസ്വദിക്കണ്ടേ? ഇങ്ങനെ ആസ്വദിക്കുന്ന സ്ഥലങ്ങളാണ്. കിട്ടില്ല തോണി യാത്രയാണ്. ഇത്ര നല്ലൊരു കിടിലൻ തോണിയാത്രയും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആസ്വദിക്കുന്നത്. അതെ, ഞാൻ ആദ്യമായിട്ട് തോണി തന്നെ കയറുന്നതാണ്. ഞാൻ തോണിയിൽ കയറിയിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ പോയിട്ടില്ല. നമ്മൾ ആ അക്കരക്കരൊക്കെ ആയിട്ട് മറ്റേ അങ്ങോട്ട് കർണാടകയിലേക്ക് പോകാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് തോണിയിൽ ഇങ്ങനെ ഇത്ര കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ പോകുന്നത്. ഇത്ര നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നല്ല അടിപൊളി സ്ഥലം, നല്ല അടിപൊളി ബ്യൂട്ടി. ചേട്ടാ ഇവിടെയൊക്കെ നല്ല ആളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഇവിടെ 1-2 ആൾ വെള്ളമുണ്ട് അല്ലേ? ഇത്രയും വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 8 വെള്ളമുണ്ട്. ആണോ? അവിടെ ഒഴുക്കില്ല, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 8-9 ആളുകൾ വെള്ളമുണ്ട്. വരുന്ന ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ കടത്തിൽ നമുക്ക് സ്വന്തമായിട്ട് തോണി എടുക്കാം. അതെങ്ങനെ ചേട്ടാ ചാർജ് ചെയ്ത് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ? ഫാമിലിയായിട്ട് പറഞ്ഞാൽ നമ്മൾ 5 പേരിൽ മേളിലേക്ക് ആണെങ്കിൽ നമ്മൾ 50 രൂപ. 5 പേരിൽ മേളിലേക്കാണെങ്കിൽ 50 രൂപ. ഒരാൾക്ക് 50 രൂപ. അല്ലെങ്കിൽ 300 രൂപയാണ്. അല്ലെങ്കിൽ ഒരു തോണിക്ക് 300 രൂപ. നമ്മളൊരു തോണി എടുത്ത് നമ്മൾ വരികയാണെങ്കിൽ 300 രൂപ. അല്ലെങ്കിൽ 5 പേര് മേലുള്ള ഒരാൾക്കാണെങ്കിൽ 50 രൂപ.
വന്ന് ഇതിങ്ങനെ നല്ല പ്രകൃതി ഭംഗിയിലെല്ലാം ആസ്വദിച്ച് നമുക്ക് പോകാം. നമ്മുടെ കടവ് നോക്കാം. അതായത് പെരിക്കല്ലൂർ കടവിന് നേരെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ കറങ്ങി കർണാടകൻ്റെ ബോർഡർ കൂടെ ഇത് കൂടെ. പിന്നെ ഇത് ഇത്രയും ചാർജ് ആവുന്നത് നല്ല അധ്വാനം ഉണ്ടല്ലേ. നല്ല മേലൊക്കെ നല്ല വേദന എടുക്കില്ലേ? ആ, ഇത് ഒഴുകുന്നതിൻ്റെ എതിര്. ആ അതെ. മുതലും അങ്ങനെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ? ചീങ്കണ്ണി അല്ലേ? അല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് പെർമിഷൻ ഇല്ല. അവിടെ വരെ പെർമിഷൻ ഇല്ല. അത് കർണാടകൻ്റെയാ? അത് അങ്ങോട്ടേക്ക് പോകുന്നേ? ആ ആ, ഇത് ഇങ്ങോട്ട് കേരളം, ഇങ്ങോട്ട് കർണാടക. അല്ല, അതെന്താ? അപ്പൊ എന്തുകൊണ്ടാണ് പെർമിഷൻ ഇല്ലാത്തെന്താ? അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലാത്ത എന്താ? ആ, അതുകൊണ്ടല്ലേ. ആ, അതുകൊണ്ടാണ് തോന്നുന്നത് ആ ഏരിയ ഒക്കെ ആയിട്ട് ബാൻ ചെയ്തത്. അങ്ങോട്ട് അധികം കിടക്കണ്ട. ഈ തോണിക്ക് എന്തിനാ നമ്പർ ഇട്ടേക്കുന്നത്? എല്ലാ തോണിയിലും ഞാൻ നമ്പർ കണ്ടേ. ഇത് രജിസ്റ്റർ ചെയ്യണോ? അതൊക്കെ ഉണ്ട്. ആ, നമ്മളെ വണ്ടി പോലെ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? ആ ആ, അതേപോലെ എല്ലാ തോണികൾക്കും ഉണ്ട്. സൂപ്പർ. തോണിയാകുമ്പോൾ ഇതേപോലെ ഈ വാഹനങ്ങൾ പോലെ എൻജിൻ ഘടിപ്പിച്ച് പോകുന്ന അല്ലാത്തതുകൊണ്ട് ഇതിന് വേറെ പെർമിഷനും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ തോണിക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആ ആഹാ ആ, എത്ര പേരെ പരമാവധി ഒരു തോണി കയറ്റാം നമ്മള്? ആ ആ ആ, ഇത് എത്ര സീറ്റിന്റെ ആണ്? ഇത് 10 കയറുന്നതാണ്. ഇത് 10 കയറുന്ന തോണിയിലാണ് നമ്മളിപ്പോ. അതെ, നമ്മള് 3 ആൾ യാത്ര ചെയ്യുന്ന 10 ആള്. ഞങ്ങൾ 2 ആള് വിളിച്ചു പോകുന്നു. 10 പേര് കയറുന്ന ആ ഒരു തോണിയിലാണ് ഞങ്ങള്. അത്ര നല്ലൊരു സുഖമുണ്ട് അല്ലേ? ആ, അങ്ങനെ 10 ആള്. അതായത് വണ്ടി ഓടിക്കുന്ന ആളും അടക്കം 10 ആള്, തോണി തുഴയുന്ന ആളടക്കം 10 ആള്. സീറ്റിംഗ് എല്ലാ സംഭവം ഉണ്ട് അല്ലേ? തോണിയിൽ അക്കരയ്ക്ക് ആൾക്കാർ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നേരെ കർണാടകയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ കേരളത്തിന്റെ ആണോ മറ്റേ തോണി? കർണാടകത്തിന്റെ വേണം തോണി. തോണീൻ്റെ ആ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇത് തോണി പോയി രണ്ടാമത്തെ ഒരു തോണി കൂടി വന്നോണ്ടിരിക്കും. ഇത് അങ്ങനെ ഉണ്ട്. ഓ, അത്ര വെറുതെ കിടന്നു അല്ലേ? നമ്മൾ ഏകദേശം ഒരു കർണാടകേൻ്റെ അടുത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കേരളത്തിൽക്കാട്ട് കുറച്ചുകൂടി മാറി വന്ന് കർണാടകേൻ്റെ അടുത്ത് കൂടെ നമ്മൾ വന്നത് കേരളത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് കർണാടക നമ്മൾ വന്നു. അപ്പോൾ നമ്മൾ കർണാടകൻ്റെ സൈഡിൽ കൂടെ പോയി നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ കർണാടകയിലേക്ക് നമ്മളിപ്പോൾ ഒഴുക്കിനെതിരായിട്ടാണ് പോകുന്നത്. നമ്മൾ അതാണ് ഈ ഓളം വെട്ടുന്നല്ലേ? ആണോ? ആ ആ, ഒഴുക്കില്ലെന്നാ പറയുന്നത് ഇവിടെ. അതെ, കബനി സൈലന്റ് ആയിട്ട് നിൽക്കുന്ന കബനി കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അതായത് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ കമ്പിന്റെ ഈ ഹൈറ്റ്
അമ്പ അത്ര ഹൈറ്റിൽ വെള്ളം വന്നു മാവിൻ്റെ ഹൈറ്റിൽ. അമ്പ എന്തൊരു വെള്ളം ഉണ്ടാവും അല്ലേ. അന്നേരം നമ്മൾ തോണിയൊന്നും ഉണ്ടാവില്ലോ. അന്നേരം ഓടിക്കോ അമ്പോ ആ ആ ചെരിച്ച് പോകും. ആ ഒരു പുതിയ കപ്പിത്താനെ കിട്ടി കാശ്. പുതിയ കപ്പിത്താനെ കിട്ടി കാശ്. രസമുണ്ട് ഇതൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ആസ്വദിക്കാന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവം തന്നെ. പുതിയ കപ്പിത്താനെ കിട്ടിയിട്ടുണ്ട്. പുതിയ കപ്പിത്താൻ വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോണെന്നൊന്നും അറിയില്ല. ഞാനിപ്പോ ഇരുന്നേലുണ്ടല്ലോ, ഇരുന്നേൽ ഏറ്റവും രസമുള്ള സീറ്റ് ഇതാ. ഇവിടെ കാണാൻ പറ്റിയതല്ല, ഇവിടെ നല്ല സുഖമുണ്ടിരിക്കാന്. ആ ഹൈറ്റ് നല്ല രസമുണ്ട്. ആ ശരിക്കും നമ്മൾ മറ്റേ എന്തിനാ പറയുന്നത്, ഈ ബോട്ടിലൊക്കെ കയറിയിട്ട് ഇരിക്കുന്ന പോലെ കേരളത്തിലേക്ക് കർണാടകയ്ക്ക്. സൂപ്പർ. തുഴയാനോ? തുഴയാൻ ലൈസൻസ് അല്ല, നല്ല പരിചയമാണ്, എക്സ്പീരിയൻസ്. പിന്നെ നല്ല ആരോഗ്യം വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് നമുക്ക് കാണിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണ്. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.